ഹായ് ശ്രീസ്വലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട്, കാരണം പ്രത്യേകിച്ച് വെക്കേഷൻ യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല, എങ്ങോട്ടും അധികം പോയില്ല, ഇവിടെ തന്നെയായിരുന്നു. നാട്ടിൽ പോയി വന്ന ശേഷം പിന്നെ അധികം പോയിട്ടില്ല. കഴിഞ്ഞ മെയ് ജൂണിലാണ് നമ്മൾ നാട്ടിൽ പോയി വന്നത്. പിന്നെ യാത്രകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡിസംബറിൽ നമുക്ക് കുറേ മുടക്ക് കിട്ടി. ഇപ്പോൾ ഏകദേശം 20-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ, 4-ാം തീയതി വരെ മുടക്കാണ്. ജനുവരി 4-ാം തീയതി വരെ, അതായത് 3-4 ദിവസം ലീവ് എടുത്തതാണ്. പിന്നെ കണ്ടിന്യൂസ് മുടക്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 10-15 ദിവസം അങ്ങനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താ വെച്ചാൽ, കാൻസസ് മൻഹാട്ടനിൽ നിന്ന് അമേരിക്കയുടെ ഏറ്റവും എൻഡായ സദേൺ എൻഡ് പോയിന്റായ ഫ്ലോറിഡയിലുള്ള കീ വെസ്റ്റിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ അത് ഓൾറെഡി ഞങ്ങൾ 20-ാം തീയതി പോയി. 20-ാം തീയതി പോയിട്ട് ജസ്റ്റ് 31-ാം തീയതി നൈറ്റാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ഏകദേശം ഒരു 11-12 ദിവസത്തെ ട്രിപ്പായിരുന്നു. എൻ്റെ ഫാമിലിയും റോഷേട്ടൻ്റെ വൈഫ് രേഷ്മയും അവർ 2 പിള്ളേരായിട്ടുള്ള റയാനും റോബിനും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ യാത്രക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾ തിരിച്ച് 31-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണേ. ഏകദേശം ഒരു 1 സൈഡ് 1700-ന്റെ അടുത്ത് 1700-1800 മൈൽസ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 2800 കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നു 1 സൈഡ് തന്നെ. അപ്പോൾ ടോട്ടല് ഏകദേശം ഒരു 6000 കിലോമീറ്ററിൻ്റെ അത്ര നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതും റോഡാണ്. ഞങ്ങൾ 2 ഫാമിലി ഒരു വലിയ വണ്ടി SUV എടുത്തിരുന്നു, 7 സീറ്റർ. അത് ഫോർഡ് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിൽ 7 സീറ്ററാണ്. അപ്പോൾ പിള്ളേർക്ക് ബാക്കിൽ 3 പേര് ഇരുന്നു. സെൻറ്ററിൽ അമൂല്യയും രേഷ്മയും ഞാനും റോഷായിട്ടും കൂടി വണ്ടി ഓടിക്കുക. അങ്ങനെയായിരുന്നു പ്ലാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ യാത്രകളെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർത്തിയിരുന്നു, പല സ്റ്റേറ്റുകളിൽ. അപ്പോൾ അവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയകളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു റോഡ് ട്രിപ്പാണ്. ഫസ്റ്റ് ഡേ തൊട്ട് ഞങ്ങളുടെ എല്ലാം കറക്റ്റായിട്ട് ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ രാത്രികളിൽ ഓരോ ഹോട്ടലുകൾ എടുത്തിട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. അതുപോലെ തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കാൻസസിൽ നിന്ന് സെൻട്രലിലുള്ള US-ന്റെ സെൻട്രലിൽ നിന്ന് ഏറ്റവും എൻഡ് പോയിന്റ്, സദേൺ എൻഡ് പോയിന്റ് ആയിട്ടുള്ള ഫ്ലോറിഡയിലെ കീ വെസ്റ്റ് എന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഓരോ എപ്പിസോഡുകളായിട്ടാണ് ഞാനിത് ഇടാൻ പോണേ. കുറച്ച് എപ്പിസോഡുകൾ ഉണ്ടാവും, കാരണം കുറേ നല്ല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തിരുന്നു. എല്ലാമല്ല, എന്നാലും നമ്മൾ പോണ വഴിക്ക് കുറച്ച് പ്ലാൻ ചെയ്തതുപോലെ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ പല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ ഞങ്ങൾ ഈ യാത്രയിൽ കാൻസസിൽ നിന്ന് മിസോറി സ്റ്റേറ്റിലെത്തുന്നുണ്ട്. മിസോറിയിൽ നിന്ന് ഇല്ലിനോയ് സ്റ്റേറ്റിൽ, അത് അവിടെ എത്തുമ്പോൾ പറയണേ, ഇല്ലിനോയ് വെൽക്കം കണ്ടിരുന്നു. ഇല്ലിനോയ് സ്റ്റേറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അതായത് ഷിക്കാഗോക്കുള്ള ഇല്ലിനോയ് സ്റ്റേറ്റ്. പിന്നെ കെൻറ്റക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെന്നസിയിൽ പോകുന്നുണ്ട്. ടെന്നസിയിൽ നിന്ന് തന്നെ ജോർജിയയിൽ നിന്ന് ഫ്ലോറിഡ. അപ്പോൾ ഇത്രയും സ്റ്റേറ്റുകളാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 9 സ്റ്റേറ്റ് ഏകദേശം അമേരിക്കയുടെ മെയിൻലാൻഡിൽ കവർ ചെയ്തിരുന്നു. അതായത് അതിൽ കൂടെ ഒക്കെ ക്രോസ് ചെയ്തിരുന്നു. എല്ലാ സ്ഥലത്തും എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ട്രാവൽ ചെയ്തിരുന്നു. പല സ്ഥലങ്ങളും നിർത്തി അവിടുത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയിരുന്നു. അപ്പോൾ ഇത് കൂടിയിട്ട് 5 സ്റ്റേറ്റും കൂടി ആഡ് ആവുകയാണ്. 9 + 5, അതായത് 14 സ്റ്റേറ്റ് ടോട്ടൽ മെയിൻലാൻഡിൽ നമ്മൾ ടച്ച് ചെയ്തു. അതിൽ എല്ലാ സ്ഥലത്തും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ടെന്നസിയിലും ഫ്ലോറിഡയിലുമാണ്. ഇല്ലിനോയും കെൻറ്റക്കിയൊക്കെ നമ്മൾ പോണ വഴിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയ സ്ഥലങ്ങൾ മാത്രമാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ക്രോസ് ചെയ്തു. സ്റ്റേറ്റ് വൈസ് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 14th സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്തു. ഔട്ട് ഓഫ് 48 സ്റ്റേറ്റുകളാണ് മെയിൻലാൻഡിലുള്ളത്. പിന്നെ അലാസ്കയും പിന്നെ അതുപോലെ ഹവായും അത് സെപ്പറേറ്റ് 2 ഉണ്ട്. അത് ടോട്ടൽ 50 അങ്ങനെയാണ്. പക്ഷേ അത് മെയിൻലാൻഡിലല്ല. അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനമുണ്ട് ഈ യാത്രയിൽ കേട്ടോ. അതും ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തത് റോഡ് വഴിയാണ്. കാർ ഓടിച്ചിട്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, ഡിസംബർ ടൈമിൽ ഞാൻ ലാസ് വേഗാസ് പോയിരുന്നു. അതും ഇവിടുന്ന് ഏകദേശം ഇത്രയും ദൂരമില്ല അതിനത്ര. അപ്പോൾ ഞങ്ങൾ അന്ന് അരിസോണയും നെവാഡയൊക്കെ കവർ ചെയ്തിരുന്നു. അങ്ങനെ അപ്പം നല്ലൊരു അഭിമാനമാണ് വണ്ടി ഓടിച്ച് നമുക്ക് ഈ അമേരിക്കയിൽ ഇറങ്ങാന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഓരോ വർഷത്തിൽ ഇതേപോലെ ഡിസംബർ ടൈമിൽ നമുക്ക് പറ്റുള്ളൂ, ഇത്രയും ലീവ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവരൂ, കമൻറ്റ് പറയൂ, എങ്ങനെയുണ്ട് യാത്ര, എങ്ങനെ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയൂ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടുവരൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അത് ഏകദേശം നമ്മൾ എല്ലാം ഒതുക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഈ 2 ബാഗുള്ളൂ, ആ ബാഗില്ല കേട്ടോ, അതൊന്നുമില്ല. അത് അമൂല്യയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന് വെച്ചതാണ് ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ബാഗ് എടുക്കാണ്ട് നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ ഡിവൈസസ് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ചെറിയൊരു കുട്ടി ബാഗ് എടുത്തിട്ടുണ്ട്, എൻ്റെ ക്യാമറകൾ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ നേരത്തെ എണീക്കണം. ഇപ്പോൾ കിടക്കായി 5 മണിക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞേക്കണേ റോഷേട്ടനോട്. വണ്ടിയിൽ എല്ലാവരും കൂടി ബാക്കിലും പിള്ളേർക്ക് 3 പേർക്ക് സുഖമായിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം.
നല്ല പോണ വഴിക്കുള്ള മാക്സിമം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ നിർത്താൻ പറ്റിച്ചാൽ ഞാൻ എല്ലാം, കാരണം ഒരു യാത്രയാണ്, നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ സ്റ്റേറ്റിൽ. എന്നാലും അവിടുത്തെ മെയിനായിട്ട് എന്തെങ്കിലും തോന്നിച്ചാൽ അവിടെയൊക്കെ നിർത്തി എടുക്കണം എന്നുള്ള പ്ലാനാണ്. വീഡിയോസ് നോക്കാം മാക്സിമം. അപ്പോൾ ഞാൻ കിടന്നുറങ്ങട്ടെ, നാളെ ഏർലി മോർണിംഗിന് പോകണം. അങ്ങനെ സമയം 4:45. നമ്മൾ ഇറങ്ങാറായി. 5 മണിക്ക് ഇറങ്ങണം. നേരത്തെ എണീറ്റ് 4 മണിക്ക് എണീറ്റും. ആമീനെ അവിടെ എണീറ്റിട്ടില്ല, അവളെ ഉറക്കത്തിൽ നിന്ന് തന്നെ വണ്ടിയിലേക്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ്. വെള്ളത്തിൻ്റെ ഈ കുപ്പി നമുക്ക് ഒറ്റ കുപ്പിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകല്ലേ. ഇത് മുഴുവൻ കൊണ്ടുപോകണ്ടേ, എടുക്കാൻ വേണ്ടിയില്ലേ. ലഗേജ് ഇത് ഏകദേശം ഇത് ഇത്ര ഉണ്ട് കേട്ടോ. ഉണ്ടോ, ലഗേജുകളുണ്ട്, ഇത്രയും ലഗേജുകളുണ്ട് നമ്മുടെ. വണ്ടി വലിയ വണ്ടിയുണ്ട്, രസമാണ്, കുറേ ഉണ്ട്. വണ്ടി അടിപൊളിയാണ്. വണ്ടി കാണിച്ചു തരാം. വണ്ടി ഇത് സെറ്റായിട്ട് നിൽക്കണു. വണ്ടി കണ്ടില്ലേ, വണ്ടി ഇതാണ് ഫോർഡ് എക്സ്പെഡിഷൻ. ഈ വണ്ടിയാണ് നമ്മൾ എടുത്ത് പോണേ. അങ്ങനെ തണുപ്പുള്ള ദിവസമാട്ടാ. തണുപ്പ് ഓവർ തണുപ്പൊന്നുമില്ല, 7 കാണിക്കണേ. അപ്പം ഇത് പൂട്ടിക്കോ, ഞാൻ കുറച്ച് ബാഗ് കൂടി എടുക്കാണ്ട്, അത് എടുത്തിട്ട് വരാം. ഇതേ ലൈറ്റുള്ളതാണ് റോഷാട്ടിൻ്റെ വീട് കേട്ടോ. ആ ഉള്ളിൽ സ്റ്റാർ കാണില്ല, ഉള്ളിൽ ട്രീ കാണില്ല, ക്രിസ്മസ് ട്രീ. നമ്മുടെ വീട് തൊട്ടപ്പുറത്ത്. ഞാൻ ആമീനെ എടുക്കണം. ആ മൂല്യ നടന്നു വരുന്നു. അങ്ങനെ ഇത് നമ്മുടെ കാറിനൊരു 10-12 ദിവസം വിടാം. 10-12 ദിവസം ഇങ്ങനെ കാണാം കാറേ. ബൈ ബൈ. അങ്ങനെ നമുക്ക് റൂമിൽ കയറിയിട്ട് കുറച്ച് ബാക്ക് പാക്ക് കൂടി എടുക്കാണ്ട് പരിപാടി കൂടെ തീർത്തിട്ട് അങ്ങോട്ട് ക്യാബ് പോവാം. പാക്കുകൾ ഇനി 2 കൂടിയുള്ളു. റോവിനും റയാനും എത്തിണ്ട്. റോവിൻ ആൻഡ് റയാൻ ഇതാ എല്ലാവരും ഒക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇരുന്നോട്ടാ. ആമയുടെ ആമി ഇരിക്കണ്ട്, എല്ലാവരും ഇരിക്കണ്ട്. അവര് 3 പേരും ബാക്ക് സെറ്റായി. നമ്മുടെ വണ്ടി ഫുൾ പാക്ക് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ റോഷേട്ടനും രേഷ്മയും വരാണ്ട്. പിള്ളേര് 3 പേരും കയറി. സമയം 5:32 നമുക്കിത് ഇറങ്ങാറായി. ഇത് അവരുടെ കുറച്ച് ബാഗും കൂടി ഉണ്ട്. ഇത് റോഷേട്ടൻ വരുന്നു. റോഷേട്ടാ 2-3 ബാഗ് കൂടി ഞങ്ങളെല്ലാവരും വന്നു. ഉറങ്ങേണ്ടി വരുമോ? റോഷേട്ട ബാക്കിൽ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങാൻ പോയി. അമൂല്യ ഫ്രണ്ടിൽ കയറിയിരിക്കാന്ന് പറഞ്ഞു. അമൂല്യ ഫ്രണ്ടിലേക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്, ബാക്കിലൊക്കെ ഉണ്ടാവും ചാർജിങ് പോയിന്റ്. സമയം ഏകദേശം 5:46. നിങ്ങൾ ഓരോ സ്റ്റോപ്പുകൾ നിർത്തിയിട്ട് വീഡിയോ ഉണ്ടാവും. പിള്ളേരെല്ലാം ഒക്കെ അല്ലേ? ഇല്ലില്ല, വീഡിയോ കോളി അല്ല, മുമ്പെടുത്തത് റെക്കോർഡ് നോക്കാൻ മറന്നു. റോഷേട്ടൻ കയറി. ഇത്ര ആൾക്കാരാണ് വണ്ടിയിൽ പോലെ. ഇപ്പൊ നമ്മള് യാത്ര തുടങ്ങാൻ പോണ്. സീറ്റ് ബെൽറ്റ് സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. നമ്മള് പോയി ഗൈസ്. ട്രിപ്പ് മോഡ് ഓൺ. അതെ, നമുക്ക് മാപ്പ് ഇട്ടോ? അയ്യോ മാപ്പ് ഇട്ടില്ല. ഫോൺ വഴിക്കല്ലേ? ബാക്കിൽ നോക്കിയൊക്കെ വണ്ടികളൊന്നും കാണാനല്ല. 2-3 വണ്ടി പോയി. 2-3 വണ്ടി പോയി. ഇപ്പൊ എല്ലാവരും ടൂറും പരിപാടിയൊക്കെ ആയിട്ട് പോവാല്ലേ? അത് ഞാൻ ഓഫാക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ ഓണാക്കിയതാ. ഇവിടെ സ്വിച്ച് നമുക്ക് എല്ലാം ആവും. നമുക്ക് ഏതാ വഴി റോഷേട്ടോ? അല്ലേ നേരെ പോലെ
നമ്മൾ റെസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. ഫസ്റ്റത്തെ റെസ്റ്റ് ഏരിയക്ക് എത്താറായി. വെറും എത്ര മണിക്കൂർ വിളിച്ചു? 1 മണിക്കൂർ വിളിച്ചുള്ളൂ. 1 മണിക്കൂർ. ഞങ്ങളിവിടെ അടുത്ത് തന്നെ റെസ്റ്റ് കയറി. ഞങ്ങളിവിടെ ഒരു മെഗ്ഡിയുടെ അവിടെ നിർത്തി. ഏകദേശം സമയം 7:04 കേട്ടോ. ഇവിടെ നിന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഫുഡ് വാങ്ങാൻ വേണ്ടി റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടി നിർത്തിയതാണ്. ഇവരെ എന്തായി ഉള്ളില് ഫുഡിന്റെ പരിപാടി എന്താ? ജാമൊക്കെ ഉണ്ടല്ലോ കുറച്ചായിട്ട്. ജാമ് 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 ഞാൻ ഒന്നും വാങ്ങില്ല. നീ പോണ്ട് പറഞ്ഞോണ്ടാണ്. ആ വാങ്ങിക്കോ, കോഫി വാങ്ങിക്കോ. ബർഗർ വാങ്ങിക്കോ. വേണ്ട, ഇതെന്താ ഇത് മതി, ഇത് മതി. ബ്രെഡ് ജാം മതി. ബർഗർ വേണ്ട, ബ്രെഡും ജാം മതി. പിള്ളേര് 3 പേര് എണിച്ചോ? ഇപ്പൊ നമ്മുടെ സമയം 7:05. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അങ്ങനെ നമ്മൾ പോയില്ലേ? റോഷയുടെ പോവല്ലേ? നമ്മൾ ഇറങ്ങി. ഇടക്കിടക്ക് ഇങ്ങനെ നിർത്തുന്ന ആളു. ആകാശം നോക്ക്, നല്ല ഭംഗിയില്ല? വണ്ടി ഫുൾ ടാങ്ക്. അടക്കണോ? അടച്ചടച്ചാണ്. ഇനി 10 മണിക്കൂർ ഇത്രേ ഉള്ളൂ. ചാറ്റനൂർക്ക് എത്തും. 8 മണിക്കൂറിന് ഉറക്കമുള്ള അവർക്ക് 10 മണിക്കൂർ. ആ എന്താ നോക്കുക ആകാശം. ആ 8 മണിയായി. ഇതേ നമ്മൾ കാൻസർ സിറ്റി എത്തിയിരിക്കുന്ന. കാൻസർ സിറ്റി നമ്മൾ റെസ്റ്റ് ഏരിയയിലേക്ക് ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 3 മിനിറ്റ് കാണിക്കണേ. റെസ്റ്റ് ഏരിയ 3 മിനിറ്റ് റെസ്റ്റ് ഏരിയ കാണിക്കണേ. കൊണ്ടിരിക്കണോ? ഹൈ, അങ്ങനെ അത് 10:05 ടൈം. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു റെസ്റ്റ് റൂമിൻ്റെ അടുത്ത റെസ്റ്റ് ഏരിയയിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കണം കേട്ടോ. ഒരു പെട്രോൾ പമ്പാണ്. കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഒരു ഫ്രഷ് ആവാൻ പോയിക്കാണ് എല്ലാവരും. ഇതാണ് നമ്മുടെ റെസ്റ്റ് ഏരിയ. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. ഞാൻ വണ്ടി കറക്റ്റ് കാണിച്ചതല്ലേ? ഇത് വണ്ടിയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വണ്ടി ഇതാണ്. ഈ റെസ്റ്റ് ഏരിയയിൽ വന്നേക്കാണ്. ഇനി പെട്രോൾ അടിക്കണമെങ്കിൽ പെട്രോൾ അവിടെ നിന്ന് അടിക്കാം. 10:06 സമയം. 10:06 ടൈം. 10:06. ഓരോരുത്തരും ഉള്ളിൽ കയറിയേക്കാണ്. ഇനി നമുക്ക് ഏകദേശം ഇതിൻ്റെ ഇരട്ടി കൂടി ഓടിക്കാണ്ട് കേട്ടോ വണ്ടി. നമുക്കൊന്ന് പോയി നോക്കാം. റോഷയുടെ നിൽക്കണം. എന്താടാ നിനക്ക് പരിപാടി? ഏതാ നിനക്ക്? ഇതാ ദേ ആമിക്കുട്ടി. എന്തേ രണ്ടുപേര് തല്ലുകൂടാണ്. ആമിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വരുമ്പോ ഇവിടുന്ന് പിക്ക് ചെയ്യാം. അതിനുള്ള കാശ് ഉണ്ടാക്കിയിട്ട് കട്ടൻ ഇടുന്നെടുത്തു. ആമിക്കുട്ടാ, എന്താ നിനക്ക് വേണ്ടേ? അവൾക്ക് വയറുവേദനയായിരുന്നു. ഓ ഓക്കെ, നമുക്ക് പോയി. ഇനി അടുത്ത സ്റ്റോപ്പല്ലേ കേട്ടാ. ശരി, കട്ടൻ സെറ്റാക്കട്ടെ. വണ്ടി ഓടിക്കാനുള്ളതല്ലേ. അങ്ങനെ സെറ്റ്. അങ്ങനെ നമ്മളോരോ കോഫി എടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാൻ പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു മുല്ലി വരുന്ന വഴിക്കുള്ള യാത്ര? ഹാപ്പി അല്ലേ? ആമി ഇത്ര ഹാപ്പി അല്ലേ വേണൂല്ലേ? അവൾക്ക് കളിപ്പാട്ടം കിട്ടിയില്ലേ? ആണോ? ഓക്കെ, അടിപൊളി. നോക്കെ സൂപ്പർ കൂള്. നീ റോഷേട്ട എടുത്തോളൂ. ഞാൻ മുമ്പിലേക്ക്. റോഷേട്ടാ, റോഷേട്ട ഓടിച്ചോളൂ. നീ റോഷേട്ടനാണ് അടുത്ത ഡ്രൈവർ. നീ കുറച്ച് നേരം
ഇങ്ങനെ നമ്മള് 10-20 ഇനി ഏകദേശം നമുക്കിനി ഏകദേശം കുറേ പോകണ്ടാവും. ഞാൻ കുറേ യാത്ര നമ്മളിപ്പോ ശനിയാഴ്ചയാണ് പോണേ. ശനിയാഴ്ച അതേ അമ്മയും വന്നു. രാമൂല്യ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കണോ. റോഷേട്ടനാണ് ഡ്രൈവറ്. റോഷേട്ടൻ പടച്ചു വിടുന്നുണ്ട്. പൂസ എന്താ പരിപാടി? നമുക്ക് ഏകദേശം 8 മണിക്കൂർ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ 8 മണിക്കൂർ മുമ്പ് നമ്മൾ നിർത്തും. ഒരു 4-5 മണിക്കൂർ ആയുമ്പോൾ നിർത്തും. ഇപ്പോൾ 7:03 അത് നമ്മൾ ഉച്ച ഒരു 2 മണി 3 മണി വരെ വണ്ടി ഓടിക്കണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ളത് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല, താമസിക്കാനുള്ളത് ബുക്ക് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ഏകദേശം ഒരു ആ സ്ഥലത്ത് എത്താറാകുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലേ? എവിടെയാ തീരുമാനമായിട്ട്? ഓക്കേ. സമയം 11:33. അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു 1.5 hours ലഞ്ചിൻ്റെ പ്ലാനുകൾ ഞങ്ങൾ ഭക്ഷണം കരുതിയിട്ടുണ്ട്. എന്താണ് വലിയ ഭക്ഷണം എന്നുള്ളത്? ലെമൺ റൈസ് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റ് ഏരിയ കാണുന്നത് ഇപ്പോൾ സമയം 11:33, 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ എത്തി. റെസ്റ്റ് ഏരിയയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് പരിപാടി. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വേണം ഒരു 1.5 മണിക്കൂർ. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇനി നെക്സ്റ്റ് ബ്രേക്ക്. നല്ല വെയിലുള്ള ദിവസമാണ്. പക്ഷേ നല്ല തണുപ്പുണ്ട്. പക്ഷെ നല്ല വെയിലാണ്. നല്ല സൂര്യൻ നല്ല രീതിയിലേക്കണേ. നമ്മുടെ യാത്ര ഒരു ട്രെയിൻ പോണു. മൊത്തം പണി നടക്കാണ് കേട്ടോ ഇവിടെ റോഡിൽ. നമുക്ക് സ്പീഡ് കയറ്റാൻ പറ്റില്ല. ശരിക്കും 70 ആണ് ഇവിടെ ശരിക്കും പോകേണ്ടത്. പക്ഷെ നമുക്ക് വളരെ സ്ലോയിലാണ് പോണ. മൊത്തം പണിയാ, പണിയോട് പണി. ഒരു വലിയൊരു പാലം കിട്ടി. നമ്മൾ സെന്റ് ലൂയിസ് അല്ലേ എത്തിയണേ? സെന്റ് ലൂയിസ് എത്തിയിട്ടുണ്ട്. ഒരു ഡൗൺ ടൗൺ ആണ്. ഡൗൺ ടൗൺ ഈ സിഗ്നലിന് ലെഫ്റ്റ്. ആള് പോണ പോലെ. ആള് പോണ പോലെ ഇവിടുന്ന് ലെഫ്റ്റ്. ഇതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ. വീണ്ടും ലെഫ്റ്റ്. ഇനി എന്താ? അല്ല, ഇനി അങ്ങടാണോ? ഈ വണ്ടി ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് എത്ര മിനിറ്റ്? എവിടെ? 27 മിനിറ്റ് കൂടി ഉണ്ട് ഭക്ഷണം കഴിക്കാൻ നിർത്താൻ. ബ്രിഡ്ജ് തോന്നുന്നു. ഏതൊരു ബ്രിഡ്ജ് നമുക്ക് മിസ്സായി. ഇവിടെ ഒരു റാ പോലത്തെ ഒരു സാധനം കണ്ടുവരുന്നല്ലോ. വേറെ പാലല്ലേ? അതായത് അപ്പുറത്തായിരുന്നു. ആ വഴിയായിരുന്നു. അവിടുന്ന് നമ്മള് വേറെ പാലത്തിൽ കൂടെ കയറി ഈ വഴി പോകാൻ പാടില്ല. പോകാൻ പാടില്ല. ഓ, അവിടുത്തെ അടിപൊളി പാലങ്ങളുണ്ട്. ഓ നൈസ്. ഇവിടെ കൊറേ പാലങ്ങളുണ്ട് കേട്ടോ. ഫ്ലോറിഡ അല്ലടാ, സെന്റ് ലൂയിസ്. കൊള്ളാട്ടോ അവിടെ. റോഷേട്ടൻ കപ്പൽ ഓടിച്ച സ്ഥലമാണിത്. റോഷേട്ടൻ കപ്പൽ ഓടിച്ചിട്ട് വഴി. ഇല്ല ഇത് ടച്ച് ആവൂലടി. തൊട്ട് പറ്റേ പോയിട്ടുണ്ട്. മാസ്റ്റ് കുട്ടാണ്ട് ഒരു ഇത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിലേ കൂടി എടുക്കണം. അപ്പൊ പൈലറ്റ് പറയണ നമ്മള് ആ ഇതിലാണ് ഓടിക്കേണ്ടത്. അപ്പൊ ഇതേപോലെ ഓടിച്ചിട്ട് എന്നുവെച്ചാ ഒരു വല്ല ഒരു അടി വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലേ കൂടി നമ്മൾ എടുക്കണം. ഓ അമ്മോ, ഞങ്ങൾക്ക് മാപ്പുകൾ മാറി മാറി ഇരിക്കുകയാണ്. കൊറേ വഴികളുള്ളോണ്ടേ ഒന്നും മനസ്സിലാവണില്ല.
നമുക്കിനി 11 മിനിറ്റാണ് റെസ്റ്റ് ഏരിയക്ക്. നമ്മളിത് യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആകാശം, തെളിഞ്ഞ ആകാശവുമായി നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. മാപ്പിൽ നിന്ന് നമ്മൾ കാൻസസ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി മിസൂറി ക്രോസ് ചെയ്ത് ഇല്ലിനോയിൽ എത്തിയിരിക്കുകയാണ്. ഇല്ലിനോയിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് അധികം ദൂരമില്ല, 2 മണിക്കൂർ ഇല്ലിനോയിൽ നിന്ന് ഷിക്കാഗോയിലേക്കുള്ളൂ. നമുക്ക് പോകേണ്ടത് ടെന്നസിയാണ്. നമ്മളിവിടെ റെസ്റ്റ് ചെയ്ത് ഒരു 4 മണിക്കൂർ കൂടി ഓടിച്ച് ടെന്നസിയിൽ നാഷ്വില്ലിലേക്കാണ് നമ്മുടെ പ്ലാൻ. നാഷ്വില്ലിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ നാഷ്വില്ലിലേക്ക് എത്തും. നമ്മൾ ഇങ്ങോട്ട് പോവില്ല, സ്റ്റേറ്റ് മാറി. അതായത് മിസോറി, കാൻസസ് കടന്നു, മിസൂറി സ്റ്റേറ്റ് കടന്നു, ഇല്ലിനോയിൽ കയറി ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ടെന്നസി. ഈ ഭാഗത്ത് നമുക്ക് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കണേ. അപ്പുറത്തെ ഭാഗത്ത് ഒടുക്കത്തെ ട്രാഫിക് ഉണ്ട് കേട്ടാ. നമ്മൾ കാൻസസ് വന്ന് നമുക്ക് ഇതൊക്കെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇത്ര തിരക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇത്ര വണ്ടികള്. എന്റെ അമ്മ ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ അവിടെ. തിരിച്ചു വരുമ്പോ നമുക്കിത് കിട്ടുമോ ചേട്ടാ? എന്തെങ്കിലും വണ്ടി ഇടിച്ചിട്ടുണ്ടാവണം, അതായിരിക്കുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ വരാൻ സാധ്യതയില്ല. തിരിച്ചു വരുമ്പോ നമുക്ക് കിട്ടുമോ പക്ഷെ ഇങ്ങനെ? പിള്ളേര് ഹാപ്പി അല്ലേ? നമ്മളിത് ഭക്ഷണം കഴിക്കാൻ നിർത്താൻ പോയി. ഓക്കെ, അതെ, ഇനി ജസ്റ്റ് 9 മിനിറ്റ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. റോഷേട്ടൻ ഏതാ സ്പീഡ്? 65 MPH റോഷേട്ടന്റെ പെട. മുമ്പിൽ ട്രക്ക് കൊണ്ട് നമ്മള് റെസ്റ്റ് ഏരിയ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ വണ്ടിയുടെ അടുത്ത് വെച്ചാലോ? ഈ വണ്ടിയുടെ ഇവിടെ എവിടെയെങ്കിലും വെച്ചാലോ? ഇവിടെ വെക്കാം. നമ്മളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. ഇവിടെ റെസ്റ്റ് ഏരിയയിലെത്തി. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കുക. ഇനി ഇവിടുന്ന് ലഞ്ച് കഴിക്കലാണ് പരിപാടി. ഇനി എന്നെ വഴിക്ക് അവിടെ ഒരു വീട് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തീപിടുത്തം കണ്ടിട്ടുണ്ടായിരുന്നു സൈഡിൽ. ഇപ്പോൾ US ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഭക്ഷണം കയ്യിലുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങൾ കുറേ ഉണ്ടാവും. റെസ്റ്റ് ഏരിയ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കാം. റെസ്റ്റ് റൂമൊക്കെ അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുണ്ടാവും. ഫുഡിൻ്റെ വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. റെസ്റ്റ് ഏരിയയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഫുഡ്. ചില റെസ്റ്റ് ഏരിയകളിലും മിക്കതും ഇങ്ങനത്തെയാവും. പിന്നെ അല്ലെങ്കിൽ വല്ല മെക്ഡി അങ്ങനത്തെ ഉള്ള സ്റ്റോപ്പുകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ. ചേട്ടാ ഓടിച്ചിട്ട് ക്ഷീണായ? ഇല്ല അല്ലേ? വണ്ടിയുടെ ഇതുള്ളതുകൊണ്ടായിരിക്കും. ഇനി ലഞ്ച് ടൈം. നിക്കടി നിക്കടാ. ഇതാ ആരാണ്? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അപ്പൂഷേ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അവിടെയൊക്കെ ട്രക്കുകൾ വെക്കണ സ്ഥലമാട്ടാ. ട്രക്കുകൾ അവിടെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ റൂട്ട് എടുക്കണം. നമ്മൾ SUVസും കാറുകളൊക്കെ ഇവിടെ വെക്കാനുള്ളത്. നമ്മുടെ കാറ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു വീട് തീയത്തുണ്ട് അല്ലേ? എത്ര ഫയർ പോലീസ് അവിടെ നിറയെ നല്ല ഇത് കാണുന്നുണ്ട് അവിടെ. ആ പുക കാണാല്ലേ? പുകയില് ആ ഭാഗത്ത് ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുന്നു. വീടാണോ ഓഫീസാണോ ഒന്നും അറിയില്ല. നമ്മുടെ പ്ലേറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ ഉള്ളിൽ ഇത്രയും വലിയ തുറന്നാല് വമ്പൻ സെറ്റപ്പാണത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇങ്ങനെ തുറക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്പേസ്. ഇതാ സ്പൂണാണല്ലേ? ഇതാണ് സ്പൂണിൻ്റെ അല്ലേ? ഓക്കെ, ഇതേ വരുന്നു. ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡ് എടുക്കട്ടെ. സെറ്റ് ഇതടക്കട്ടെ. ചേട്ടാ അടച്ചില്ലേ? വീണു.
വാ വാ വാ, ചാടിയത് വാ വാ. നമ്മള് കുറച്ച് ആമൂലേ എന്താ ഭക്ഷണം നമ്മുടെ എന്താണ് ലെമൺ റൈസ് ഉണ്ട് കേട്ടോ. ലെമൺ റൈസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലെമൺ റൈസ് നല്ല തണുപ്പുണ്ടല്ലോ ചേട്ടാ. ചുമയുണ്ടോ നിനക്ക്? ചുമ കിട്ടിയ ലെമൺ റൈസ് ഇതെന്താ ദോശയാണോ പറന്നു കൂട്ടാലും പിടിച്ചിരുന്നോ അമൂല്യ? അത് ഭക്ഷണം വിളമ്പ് കുറച്ചൊക്കെ വേണം. ലെമൺ റൈസ് ഇഷ്ടല്ലേ? ബൈ കയ്പാണോ ലെമൺ റൈസ്? നീപ്പോ പാറ അവിടെ പോയി ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മളിത് ഭക്ഷണം കഴിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങായി. ഇനി നേരെ നമ്മൾ നാഷ്വില്ലേക്കാണ് പോകണം. ഇവിടുന്ന് ഒരു 4-4.5 മണിക്കൂറുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 1:41. ഇപ്പോൾ 2 മണിക്ക് ഇറങ്ങുക വെച്ചാൽ ഒരു 6 മണി ആ സമയമാകുമ്പോഴേക്ക് നമ്മളിന്ന് അവിടെ താമസിക്കാനുള്ള എന്തെങ്കിലും ഹോട്ടൽ വഴിയിൽ ബുക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മളിന്ന് പരിപാടി. അപ്പോൾ അതായത് നമ്മൾ വണ്ടി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനാണ് ഡ്രൈവർ. ഇനി കേരള എന്താ ഇതിലിട്ടോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങായി. സമയം 1:47. കേൾക്കാൻ പോലെ പോലെ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? ഇലകളൊക്കെ ഇരുന്നില്ലേ? വിന്റർ അല്ലാത്ത ടൈമിലായിരുന്നു തകർത്താണ് സ്ഥലം. അതെ, അടിപൊളി. നല്ല അപ്പുറത്തെ റോഡും മറ്റു വണ്ടികൾ ആ വഴിയല്ലേ പോണേ? 2 സ്പ്ലിറ്റ് ആയിട്ടാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. കുറേ ടൈം ഉണ്ട് കിട്ടത്. $58 എത്ര? $58 21 ഗാലണായ. എത്ര ഗാലണ? 22 ഗാലൺ. വലിയ ടാങ്കല്ലേ, രക്ഷയില്ല. സമയം 2:53. ഇനി ഒരു 4 മണിയായി ഒന്ന് ചായ കുടിക്കാൻ നിർത്തണം. തണുപ്പുണ്ടാ? ഇത് എത്രയല്ലേ? 64 65 $65. $66 നമ്മളടിച്ച. $66. ഇത് ലൗസിൻ്റെ പമ്പാണ്. കയറിക്ക വന്നോ. എങ്ങനെ ഇടയ്ക്ക് തള്ളിയാൽ മതിയില്ലേ? നല്ല സൗണ്ട് വരും ഇല്ലേ? വന്നോ. ബില്ലെടുക്കണ്ടേ? അങ്ങനെ നമ്മൾ തിരിച്ച് പോയി വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോൾ അങ്ങനെ നമുക്കിനി 39 മൈലടുത്ത ബ്രേക്ക് എടുക്കണം, ചായ കുടിക്കണം. അപ്പോൾ ഏകദേശം പകുതിയാവും. പിന്നെ 2 മണിക്കൂറും കൂടി നാഷ്വില്ലേക്ക്. അപ്പോൾ അതേ നല്ല അടിപൊളി റോഡാട്ടോ. അവിടെ നല്ല മരങ്ങൾ, പച്ചമരങ്ങൾ കാണാണ്ട്. അങ്ങനെ നമ്മൾ മെക്ഡിയിൽ നിർത്തിയിട്ടാ. ഇപ്പം 4:14. മെക്ഡിയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോയിട്ട് പോവാം. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറും കൂടി ഓടിക്കാനുള്ളൂ. നമ്മളൊരു 6:30 ആകുമ്പോഴേക്ക് എത്തുന്നുണ്ടാവും. അമൂല്യ ഫുഡ് ഓഫർ ഉണ്ടോ നോക്കണം. അല്ല, ഫുഡ് ഓഫർ ഉണ്ടോ നോക്കണം അമൂല്യ. റോഷേട്ടൻ്റെ പിള്ളേരെ ഇറക്കണു. ഓഫർ ഉണ്ടാവല്ലോ മെക്ഡിയിൽ. ഒരു ചായ വേണം കേട്ടോ. വണ്ടി ഓടിച്ച് ഉറക്കുമ്പോൾ തുടങ്ങി. നല്ല രസമുള്ള സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് ഏതാ സ്ഥലം മൂല്യേ? പടുക്കയാ? പടൂക്ക. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഇനി ഒരു 2 more hour. ഇന്നത്തെ ദിവസം നമ്മള് ഡ്രൈവിംഗ് നിർത്തും. അടുത്ത ആള് വരുമോ? അടുത്ത ആള്
സ്റ്റാർട്ട്. ഇത് മെക്ഡി പോവാണ്. നമുക്ക് മെക്ഡി പോവാം. ഓർഡർ ചെയ്തു കേട്ടോ. എത്രയായി ടോട്ടല്? നമ്മൾ ഹോട്ടൽ ഇതല്ലേ ഇത്? അതെ മനസ്സിലായി. എന്താണ് എങ്ങനെയുണ്ട്? ആ നീ എവിടെയാണ്? എന്താ ഓർഡർ ചെയ്തേക്കണേ? നിനക്ക് എന്താണ്? അതെ വേറൊന്നുമില്ല. ഓക്കെ ആമിക്കോ? ഓ ഓക്കെ ഹാപ്പിയാണോ? അല്ല ഞാൻ കാപ്പി ഞാൻ മറ്റേ എടുത്തു കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി എടുത്തു. എന്താ പറയണെന്ന്? അതല്ല ചോദിച്ചേ. ഇവിടെ ഫുഡ് എന്താ ഓർഡർ ചെയ്തേക്കണേ? നിന്ന് പറയാം. എന്താ ചാടി ചാടി നിൽക്കണേ? നിനക്കും ഹാപ്പി മീൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലടാ. നോക്ക് അപ്പൊ ക്യാമറ സെറ്റ്. കിട്ടി. ഇതാണ് ഹാപ്പി മീൽസ്. നോട്ടെ സർപ്രൈസ്. നോട്ടെ ഈ സാധനം. നോട്ടെ അയൺമാൻ എടുത്തുകൊണ്ട്. ഓ അയൺമാൻ കിട്ടി. ഓക്കെ സൂപ്പർ. ഇരിക്കെല്ലാവരും. ഇവിടുന്ന് കഴിച്ചു പോവാ? കൊണ്ടുപോവല്ലേ? കൊണ്ടുപോവാ. ഞാൻ നമ്മളൊരു കോഫി എടുത്തു. അമുല്യ വാ, കാറിൽ വരുന്നേക്കാം അല്ലേ? ഓ അങ്ങനെ നമ്മൾ കോഫിയുമായി ഇറങ്ങിയിരിക്കുന്നു. കിടക്ക്. ഹാപ്പി. ഇനി നേരെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി കയറത്തുള്ളൂ കേട്ടോ. ഭക്ഷണം കയറില്ലേ? നടന്നോ നോക്കി നടക്കണം. അതെ ഒരു 2 hours. നമ്മള് നാഷ്വില്ലില് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ അങ്ങോട്ടാണ്. 2 മണിക്കൂറും കൂടി ഓടിക്കാണ്ട്. ഇപ്പം ഏകദേശം ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ മെക്ഡിയിൽ നിന്ന് ഇറങ്ങി. ഇത് 2 മണിക്കൂർ 9 മിനിറ്റാണ് കാണിക്കണേ. മഴക്കാറ് ചെറുതായിട്ട് അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് യാത്ര തുടങ്ങി. ഇപ്പം എന്തായാലും ഇരുട്ടാവും. ഓ ഇത് മറ്റേ ഇങ്ങനെ വാങ്ങാലോ അല്ലേ? ക്രിസ്മസ് ട്രീ വെച്ചാണ് അവിടെ. വീടാണ് തോന്നുന്നു. വീടാണത്. നല്ല മഴക്കാറുണ്ട്. പക്ഷെ മഴ പെയ്യില്ല അല്ലേ? ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ആണോ? കൊറേ ഡൗട്ട് അവിടെ. മാനുകൾ ക്രോസിങ് ചാൻസസ് ഉള്ള സ്ഥലമാണ്. മാനുകൾ ക്രോസ് ചെയ്ത പണിയാണ്. നമുക്കിനി 2 മണിക്കൂർ കൂടി പോവാണ്ട്. നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണി. ഇപ്പോൾ ടൈം 6 മണിയാണ്. 1.5 ബ്ലോക്ക് ഉണ്ട്. നമുക്കിനി 48 മിനിറ്റ് കാണിക്കാം. 48 മിനിറ്റ് 6:57 എത്തും. 6 മണിന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലെ 10 മണിയുടെ പോലെ കേട്ടോ അവിടെ. അതെ നമുക്കിപ്പോൾ സ്പീഡ് 70 പറഞ്ഞേക്കണേ. നമ്മുടെ വണ്ടി പോണ 14-ലാണ്. ഓ 70. ഇത്രയും നല്ല ബ്ലോക്കിലാണ് നമ്മൾ. വണ്ടി കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. നമുക്കിത് 11 മിനിറ്റ്. ഓ അവിടെ ട്രീ ഉണ്ട് കേട്ടാ.
നമ്മള് ടൗൺ നാഷണൽ ടൗണിൽ എത്താറായി. റൈറ്റ് സൈഡിലൊരു വലിയ ട്രീ. ഓ നോക്ക്, അടിപൊളി. ആ മരത്തില് ഇതുപോലെ ഹോട്ടലിന്റെ പരിപാടിയോ? ഓ എന്ത് പരിപാടി നടക്കണ്ട അവിടെ? ഓ അവിടെ നോക്കൂ, ബ്ലോക്ക്. എന്താ ബ്ലോക്കാ അത്? കാണാൻ വേണ്ടി വന്നേക്കണായിരിക്കും. നമ്മൾ അതന്നെ സിന്ദൂർ, ഇന്ത്യയുടെ ഫ്ലാഗ് ഇടാം. അങ്ങനെ ഇപ്പൊ സമയം 7:02. നമ്മളിത് ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ അതിന് മുമ്പ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് നമ്മൾ തപ്പിയെടുത്തത്. കാണിച്ചു തരാം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സിന്ദൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. നമ്മളിപ്പോൾ എവിടെ? നാഷ്വില്ലിലുള്ള സിന്ദൂർ റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ വന്നേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയില്ലേ? ഇതെന്താ പപ്പടം എന്നൊക്കെ? പപ്പടം എങ്ങനെയുണ്ട്? നോടാം. മസാല പാപ്പഡ്. മസാല പാപ്പഡ്. ആ മസാല പാപ്പഡ് ആട്ടാ നമുക്ക് ഇഷ്ടമായ. ചിക്കൻ ബിരിയാണി വന്നു. ആലു പൊറോട്ട. ഞാൻ എടുക്കുന്നില്ല. നമ്മള് ഇത് ഹോട്ടലിലെത്തി. രാത്രി 8:30 8:26 നമ്മള് ഹോട്ടലിലെത്തിണ്ട്. 8:26 നമ്മൾ ഹോട്ടലിലെത്തി. ബേമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. ഞങ്ങൾ ഇറങ്ങായി. ആമിക്കുട്ടിക്ക് അറിയണു എന്ത് പറ്റില്ല? അതാണ്. അങ്ങനെ നാഷ്വില്ലില് നമ്മളിന്ന് രാത്രി കിടക്ക് താമസിക്കാൻ പോവാണ്. റൂം ബുക്ക് ചെയ്തത് ഞങ്ങളിവിടെ എത്തി. ഇനി ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തത് ഇറങ്ങി. എന്നിട്ട് ചെന്ന് കുളിച്ച് നാളെ രാവിലെ ഒരു വൈകി എണീറ്റാൽ മതി. ഇവിടുന്ന് 2 മണിക്കൂർ കൂടി പോവാളൂ ടെന്നസിയിലെ വേറെ സ്ഥലത്തേക്ക്. അവിടെയാണ് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമുക്കൊന്ന് ഇറങ്ങാം. ഇവരെടുക്കട്ടെ എല്ലാം. ചെക്ക് ഇൻ ചെയ്യണവര്. നമുക്കിനി ഇതാണ് നമ്മുടെ ഹോട്ടല്. വണ്ടി പാർക്ക് ചെയ്തൊരു വർഷട്ടം വരുന്നുണ്ട്. എല്ലാം എടുത്തില്ലേ വർഷട്ടാ? എല്ലാം ഇല്ലേ? അതെ. നമ്മൾ ഹോട്ടലിലേക്ക് കയറി. അമൂല്യം രേഷ്മ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റൂമിൽ പോവാണ്. പോലെ ദോഷട്ടം വരുന്നുണ്ട്. നടത്താം. ഹാപ്പി ആയിന്ന് പറയുന്നുണ്ട്. എന്താ ഇതെന്താ? പോട്ടെ, വണ്ടികൾ പോട്ടെ. 2 വണ്ടി കയറുമോ? 2 വണ്ടി കയറുമോ? എന്നാൽ നിങ്ങൾ ആദ്യം പോയി വരും. ലിഫ്റ്റിനെ വിട്ടാൽ പറ്റും. സൈഡുണ്ട്. ആമി പറ്റ വെയിറ്റ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ റൂം 245 അല്ലേ? അറ്റത്ത് പോകണം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂം. ആമി ഹാപ്പി? അതെ, ഇതാണ് നമ്മുടെ റൂം തന്നെ വരുന്നത്. ചെറിയ റൂമാണ്. ബാത്റൂമും ഇതും ഇതാണ് ബാത്റൂം. റോഷേട്ടിന് ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള റൂമാണ് കേട്ടോ. നെയ്ബേഴ്സിന് പറ്റിയിട്ടല്ലോ ചേച്ചിട്ടേ. അതിന് രാവിലെ 5 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മള് എത്ര മണിക്ക് എത്തി? 6 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ 8:58 എവിടെ എത്തി? നാഷ്വില്ലെത്തി. ഏകദേശം ഒരു 10 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവട്ടെന്ന് 2 പേരും കൂടിയിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ക്ഷീണമുണ്ട്. ഇതേ കിടക്കണം. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ എന്തായാലും ആഡ് ചെയ്യാം. ബാക്കി
ബാക്കി നാളെ കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് ഇവിടെ നാഷ്വില്ലിന്. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകും. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി നാളെ ഏർലി മോർണിംഗ് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഇത്രയും ഓടിച്ചെത്തിയില്ല. ഇനി ഒരു 8-8:30 അല്ലെങ്കിൽ 9 മണിയൊക്കെ ആയിട്ട് ഇവിടുന്ന് ഇറങ്ങണ്ടാവുള്ളൂ. 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ചാറ്റനൂങ്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളുണ്ട്. അവിടെ എത്തിയിട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ ഇനിയിപ്പോൾ അതിനിരിക്കണം. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയിൽ കിടന്ന് ഉറങ്ങാൻ സുഖമായിട്ട്. അപ്പം ശരിയല്ലേ, കുളിക്കണം, വിളിച്ചിട്ട് കിടക്കാം. അപ്പം ശരി.